ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് LGSന്റെ 10ാമത്തെ അഡ്വൈസ് ഇന്ന്, അതായത് 6/2/2025 സൈറ്റിൽ ആഡായിട്ടുണ്ട്. പക്ഷെ അഡ്വൈസ് ഡേറ്റ് കിടക്കുന്നത് 25/1/2025 ആണ്. ഞാൻ ആരുടെയൊക്കെ ഡൗട്ട് ചോദിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അഡ്വൈസും കൂടെ കഴിഞ്ഞ മാസം ഡേറ്റ് വെച്ചിട്ട് ഒരു അഡ്വൈസ് വരാനുള്ള സാധ്യതയുണ്ട്. അത് 9 വേക്കൻസിക്കായിരിക്കും. അതേപോലെ തന്നെയാണ് ഇന്ന് അഡ്വൈസ് വന്നിരിക്കുന്നത്. 9 വേക്കൻസിക്കാണ് അഡ്വൈസ് വന്നിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ 23/12/2024 ഒരു ഫ്രഷ് വേക്കൻസി, 26/12/2024 ഒരു NJD വേക്കൻസി, 31/12/2024 ഒരു ഫ്രഷ് വേക്കൻസി, 31/1/2024 4 ആന്റിസിപ്പേറ്റഡ് വേക്കൻസി. അത് 1/1/2025 മെച്യൂർഡ് ആയത്. അതുപോലെ തന്നെ 4/1/2025 ഒരു ഫ്രഷ് വേക്കൻസി, 8/1/2025 ഒരു NJD വേക്കൻസി. ഇങ്ങനെ 9 വേക്കൻസിക്കാണ് അഡ്വൈസ് വന്നിരിക്കുന്നത്. അതിൽ 7 ഫ്രഷും 2 NJD. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത്രയാണ് അതിനകത്ത് അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് മെയിൻ ആയിട്ട് പറയാനുള്ളത്. നമ്മൾ 9 വേക്കൻസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു റൊട്ടേഷൻ ചാർട്ട് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. 9 വേക്കൻസി മാത്രമേ ഉള്ളായത് കൊണ്ടാണ് നമ്മളത് ടെലിഗ്രാം ഗ്രൂപ്പിൽ മാത്രം ഇട്ടിരുന്നത്. അത് ഏകദേശമല്ല, ഒരു 100% ശരിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് അഡ്വൈസ് ചാർട്ട് വന്നിരിക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞിരുന്നത് OC 1481 ഫീമെയിൽ വരുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ 1481 ഫീമെയിലാണ് വന്നിരിക്കുന്നത്. EBT 1482 ഫീമെയിലാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ 1482 ഫീമെയിലാണ് വന്നിരിക്കുന്നത്. SC സപ്ലിമെന്ററി ലിസ്റ്റ് 33 മെയിലാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. SIUC നാടാര് 7 സപ്ലിമെന്ററി ലിസ്റ്റ് ഫീമെയിൽ ആണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ EWS 1537 ഫീമെയിൽ ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് EWS 1537 തന്നെയാണ് വന്നിരിക്കുന്നത്. OBCയുടെ കാര്യത്തിൽ മാത്രമാണ് കുറച്ച് വ്യത്യാസം സംഭവിച്ചത്. 1588 ഫീമെയിൽ ആണ് ഞാൻ പറഞ്ഞത്. 1570 അവിടെ നിൽക്കുന്നത്. അത് വന്നത് NJD വന്നപ്പോൾ അത് വ്യത്യാസം സംഭവിച്ചതാവാം. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല. അത് നോക്കിയിട്ട് നമുക്ക് അടുത്ത ഏതെങ്കിലും കമന്റ് വരുമ്പോൾ ഞാൻ അത് റിപ്ലൈ ചെയ്തായിട്ട് പറഞ്ഞേക്കാം. അപ്പോൾ ഇങ്ങനെയാണ് അഡ്വൈസിന്റെ സ്ഥിതി. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ അഡ്വൈസ് 1953 ആണ് ടോട്ടൽ അഡ്വൈസ്. അതിൽ ഡീറ്റെയിൽസ് ടേബിൾ എല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഓപ്പൺ കോമ്പറ്റീഷനിൽ മെയിൽ 1613, ഫീമെയിൽ 1481 വരെയാണ് അഡ്വൈസ് നിൽക്കുന്നത്. EWS 1621 മെയിൽ, 1537 ഫീമെയിൽ, EBT 1600 മെയിൽ, 1482 ഫീമെയിൽ, SSC സപ്ലിമെന്ററി ലിസ്റ്റ് 33 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 30 ഫീമെയിൽ, ST സപ്ലിമെന്ററി ലിസ്റ്റ് 96 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 61 ഫീമെയിൽ, മുസ്ലിം 2751 മെയിൽ, 2762 ഫീമെയിൽ, ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്ററി ലിസ്റ്റ് 61 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 32 ഫീമെയിൽ, OBC 1603 മെയിൽ, 1570 ഫീമെയിൽ, വിശ്വകർമ്മ 2042 മെയിൽ, 1656 ഫീമെയിൽ, SIUC നാടാര് 17 സപ്ലിമെന്ററി ലിസ്റ്റ് മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 7 ഫീമെയിൽ, SCCC സപ്ലിമെന്ററി ലിസ്റ്റ് 27 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 25 ഫീമെയിൽ, ധീവര 3451 മെയിൽ, 2872 ഫീമെയിൽ, ഹിന്ദു നാടാര് 3622 മെയിൽ, 3586 ഫീമെയിൽ. DL വരുമ്പോൾ LVയിൽ 22, HAയിൽ എല്ലാവരെയും എടുത്തിട്ടുണ്ട്, LDCPയിൽ 32. അപ്പൊ ഇങ്ങനെയാണ് അഡ്വൈസിന്റെ സ്ഥിതി വരുന്നത്. ഇനി നമുക്ക് OCBC പൊസിഷൻ നോക്കുമ്പോൾ OC 460ഉം EWS 116. അപ്പൊ അത് രണ്ടും കൂടെ ചേർത്തിട്ട് 576 ആണ് OC നിൽക്കുന്നത്. BCയും 576 തന്നെയാണ്. ടോട്ടൽ 1953 അഡ്വൈസ് ആണ് ഇന്ന് വരെ പോയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ്. ഇതിനകത്ത് ലാസ്റ്റ് അഡ്വൈസിൽ TPO ഒന്നും തന്നെ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് അഡ്വൈസ് ചാർട്ട് നോക്കുമ്പോൾ ഒരു ഡൗട്ട് വരുന്നുണ്ടായിരിക്കും. ഇതിനകത്ത് MR നമ്പർ 5035 OC, അത് EBT TPO ആയിട്ട് മാറ്റി വെച്ചിരുന്ന ആ ഒരു OC ആണ് ഇവിടെ ഇപ്പം പോയിരിക്കുന്നത്. അത് ചെറിയൊരു ഡൗട്ട് വരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ ചോദിക്കുക, കമന്റിലൂടെ ചോദിക്കുക, ഞാനത് റിപ്ലൈ ചെയ്യാം. എല്ലാം കൂടെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അതുപോലെ തന്നെ നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ആയി പോകും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു TPO ഒന്നും തന്നെ ഇല്ല. ഇനി അടുത്ത അഡ്വൈസ് പോകുന്നത് MR നമ്പർ 5040 OBC. ആ OBC ആണ് കഴിഞ്ഞ തവണ ഞാൻ അഡ്വൈസ് ഇട്ടപ്പോൾ ആ 40നും കൂടെ അഡ്വൈസ് ആണ് ഞാൻ ഡെമോ ഇട്ടത്. ആ 40നാണ് ഇനി അടുത്തത് പോകാനുള്ളത്. പക്ഷേ OCയും BCയും സെയിം ആയതുകൊണ്ട് ഫസ്റ്റ് അഡ്വൈസ് പോകുന്നത് OCക്കായിരിക്കും. അതായത് 41 OCക്കായിരിക്കും ഫസ്റ്റ് അഡ്വൈസ് പോകുന്നത്, പിന്നെ 40 OBCക്കായിരിക്കും പിന്നെ അഡ്വൈസ് പോകുന്നത്. ഓക്കെ, എല്ലാം ക്ലിയർ ആയല്ലോ. അപ്പൊ ഇങ്ങനെയാണ്. ഇനി നമുക്ക് വേക്കൻസിയുടെ കാര്യം കൂടെ നോക്കുമ്പോഴേ, വേക്കൻസിയുടെ കാര്യം ഇന്ന് ഈ അഡ്വൈസ് 9 പോയതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി ഇപ്പൊ ടോട്ടൽ 33 വേക്കൻസിയും കൂടെ ഉണ്ട്. ആ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഞാൻ കഴിഞ്ഞ തവണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇത് പറയാം. കാരണം ഇപ്പൊ ഏകദേശമൊക്കെ
ഒരു കൺക്ലൂഷൻ ആയിട്ടുണ്ട്. അപ്പോൾ 9/1/2025 ഒരു ഫ്രഷ് വേക്കൻസി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ റിപ്പോർട്ട് ആയിട്ടുണ്ട്. 15/1/2025 2 NGD വേക്കൻസി കേരള വാട്ടർ അതോറിറ്റിയിൽ റിപ്പോർട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 15/1/2025 16 ഫ്രഷ് വേക്കൻസി ബെപ്കോയിൽ റിപ്പോർട്ട് ആയിട്ടുണ്ട്. 15/1/2025 തന്നെ 6 വേക്കൻസി NGD വേക്കൻസി കേരള വാട്ടർ അതോറിറ്റിയിൽ റിപ്പോർട്ട് ആയിട്ടുണ്ട്. 18/1/2025 ഒരു ഫ്രഷ് വേക്കൻസി കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിൽ റിപ്പോർട്ട് ആയിട്ടുണ്ട്. 24/1/2025 ഒരു ഫ്രഷ് വേക്കൻസി കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SC ST റിപ്പോർട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 27/1/2025 ഒരു NGD വേക്കൻസി കേരള 2D വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ റിപ്പോർട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 24/12/2024 4 ആന്റിസിപ്പേറ്റഡ് വേക്കൻസി, അതായത് ഫെബ്രുവരി 2 റിപ്പോർട്ട് മെച്ചൂർഡ് ആകുന്ന 4 ആന്റിസിപ്പേറ്റഡ് വേക്കൻസി കൂടെ ആടായി വരും. അത് ബെപ്കോയിലാണ്. അതുപോലെ തന്നെ 23/12/2024 റിപ്പോർട്ടായ ഫെബ്രുവരി മാസം 2-ാം തീയതി മെച്ചൂർഡ് ആകുന്ന ഒരു ആന്റിസിപ്പേറ്റഡ് വേക്കൻസി അത് കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SC ST ലിമിറ്റഡിലാണ്. അങ്ങനെ ടോട്ടൽ 33 വേക്കൻസിക്കാണ് ഇനി അഡ്വൈസ് വരാനുള്ളത്. അതിൽ 24 ഫ്രഷും 9 NGDയുമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് വേക്കൻസിയുടെ കാര്യം. ഇനി ഇതിനകത്ത് 9 NGD വേക്കൻസി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡെമോ ചാർട്ട് ഇടാത്തത്. നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ നമുക്കത് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനകത്ത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള വാട്ടർ അതോറിറ്റിയിലെ 2 NGD ഉണ്ട്. ഈ 2 NGD പോയത് ഏത് അഡ്വൈസിലെ NGD ആണ്, അതുപോലെ തന്നെ ഏത് BCക്കാണോ അല്ലെങ്കിൽ OCക്കാണോ പോയത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. കാരണം കേരള വാട്ടർ അതോറിറ്റിയിൽ തന്നെ ഒരുപാട് അഡ്വൈസ് പോയിട്ടുണ്ട്. അതിൽ നിന്ന് കണ്ടുപിടിക്കുന്ന കാര്യം വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് 10ാമത്തെ അഡ്വൈസിന്റെ ഡീറ്റെയിൽസ്. 11ാമത്തെ അഡ്വൈസ് ഇപ്പൊ ഈ മാസം വരുമെന്ന് നമുക്ക് ചെറിയൊരു പ്രതീക്ഷ വെക്കാം. കാരണം 33 വേക്കൻസി ഇനി ഉണ്ട്. ഇനി വേക്കൻസി ചിലപ്പോൾ ആടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ ഉടനെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.